ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ചെമ്പഴനീർ പൂവിലെ സച്ചിയുടെയും രേവതിയുടെയും വരാൻ പോകുന്ന ആഴ്ചയിൽ നല്ലൊരു കഥ കേൾക്കാം. നമ്മുടെ ശ്രുതിയുടെ ഇളയച്ചനല്ല ബീരാൻ എന്നുള്ള സത്യം സച്ചിയും രേവതിയും കണ്ടെത്തുകയാണ്. അപ്പോൾ അതിന് രസകരമായ മുഹൂർത്തങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അങ്ങനെ അവരുടെ മൂന്നാർ ട്രിപ്പെല്ലാം കഴിഞ്ഞ് സച്ചിയും രേവതിയും കൂടി തിരിച്ച് വീട്ടിൽ വരികയാണ്. പക്ഷേ രേവതിയുടെ മുഖത്ത് ടൂറ് പോയ വലിയൊരു സന്തോഷമൊന്നുമില്ല. ആ സമയത്ത് എന്താണെന്നൊക്കെ രവി ചോദിക്കുന്നുണ്ട്. അപ്പോൾ സച്ചി പറയും, അതൊന്നുമില്ല അച്ഛാ, യാത്ര ചെയ്തൊന്ന് ക്ഷീണമാണെന്നൊക്കെ പറയുന്നുണ്ട്. ഒരു സൈഡിൽ നമ്മുടെ ചന്ദ്രമതിക്ക് വയറുവേദനയായിട്ട് അവർ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. ശ്രുതിയും കൂടി ചേർന്ന് അവർക്ക് വാഗമണിലോട്ടുള്ള ട്രിപ്പിന് പോകാനും പറ്റിയില്ല. അവരുടെ കയ്യിൽ നിന്നുള്ള പൈസയും പോയി. ചന്ദ്രമതി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സ്കാനിങ്ങും എക്സ്റേ ഒക്കെ എടുത്ത് കാശെല്ലാം പോയി. പോവാത്ത വണ്ടിക്ക് വേണ്ടി 3000 രൂപ വാടകയെ കൊടുത്ത് അങ്ങനെ അവർ മൊത്തത്തിൽ വിഷമിച്ചിരിക്കുകയാണ്. പക്ഷേ അവർക്കൊരു സന്തോഷമായി. സച്ചിൻ രേവതിയും പിറ്റേ ദിവസം തന്നെ മടങ്ങി വന്നപ്പോൾ ചന്ദ്രമതിക്ക് ഒരു ഡൗട്ട് അടിച്ച്, എന്ത് പറ്റി പെട്ടെന്ന് പോയ പോലെ തിരിച്ചു വന്നത്? സച്ചിയുമായിട്ട് പോയതുകൊണ്ട് തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കാണുമെന്ന് ചന്ദ്രമതിക്ക് അറിയാം. അങ്ങനെ രവി സച്ചിയെ മാറ്റി നിർത്തി ചോദിക്കുമ്പോൾ അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നു. ആ സമയത്ത് പറയും, അത് അച്ഛാ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് ഞാൻ അവന്മാരെ അടിച്ചത് നിന്നോട് പറഞ്ഞിട്ടില്ലേ, എടുത്ത് ചാടി ഒന്നും ചെയ്യരുത്, അതും പ്രത്യേകിച്ചും രേവതിയും കൂടെയുള്ള സമയത്ത് എന്നൊക്കെ പറയും. ചെയ്ത തെറ്റാണെന്ന് സച്ചിക്ക് മനസ്സിലായി. സച്ചി ചെന്ന് രേവതിയോട് ക്ഷമയൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ അശോകനെയാണ് കാണിക്കുന്നത്. അശോകൻ രാവിലെ നമ്മുടെ രവിയുടെ വീട്ടിലോട്ട് വരുന്നുണ്ട്. ആ സമയത്ത് രവീന്ദ്രൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അശോകൻ. വീട്ടിലോട്ട് വളരെ വിഷമിച്ച് വരികയാണ്. ആ സമയത്ത് രവി ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി അശോക, നിന്നെ ഇത്രയും വിഷമിച്ച് ഞാൻ കണ്ടിട്ടില്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മുടിയൊക്കെ പാറി പറന്ന് വിഷമിച്ച് സങ്കടപ്പെട്ടാണ് ഓടി വരുന്നത്. അശോക എൻ്റെ മോളെ കാണുന്നില്ലെന്ന് പറയും. കാണുന്നില്ല, അവൾക്ക് എന്ത് പറ്റി? അപ്പം അശോകൻ്റെ ഭാര്യയ്ക്ക് ബിന്ദുവിന് സുഖമില്ലാത്തതാണ്, ഇനി അവർക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള വിഷമത്തിലാണ് രവി. ഇല്ല, അവൾക്ക് കുഴപ്പമൊന്നുമില്ല, ഇതാ ഇത് കണ്ടു എന്ന് പറഞ്ഞാൽ ലെറ്റർ എടുത്ത് കൊടുക്കും. അത് കാണിക്കുന്നത് അശോകൻ്റെ മകൾ ഒരാളുടെ കൂടെ, സ്നേഹിച്ച ആളുടെ കൂടെ വീട് വിട്ട് ഇറങ്ങിപ്പോയി, ഞാൻ അയാളുടെ കൂടെ പോവുകയാണെന്ന് മാത്രമാണ് ആ ലെറ്റർ എഴുതി വെച്ചിരിക്കുന്നത്. അത് കാണുന്നതും അശോകൻ കിടന്നങ്ങ് വിഷമിച്ച് കരയാനും സങ്കടപ്പെടാനും ഒക്കെ തുടങ്ങി. അപ്പോൾ രവി പറയും, നീ വിഷമിക്കാം, നമുക്ക് അവരെവിടെ ഉണ്ടെന്ന് കണ്ടുപിടിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട്, സ്നേഹിച്ച ആളുടെ കൂടെ ഇറങ്ങിപ്പോയിട്ട് ഇനി കണ്ടുപിടിച്ചിട്ട് എന്തോ കാര്യം എന്നൊക്കെ ചന്ദ്ര പറയുമ്പോഴത്തേക്ക് രവീന്ദ്രൻ ചന്ദ്ര വഴക്ക് പറയുന്നുണ്ട്. ആ സമയത്ത് സച്ചിയും രേവതി അങ്ങോട്ട് വരികയാണ്. അങ്ങനെ സച്ചിയെ കാണുന്നതും എടാ മോനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അശോകൻ സങ്കടപ്പെടുകയാണ്. സച്ചിക്ക് രവീന്ദ്രനെ പോലെ തന്നെ നല്ല കാര്യമാണ് അശോകനോട്. അങ്ങനെ അശോകനോട് സംസാരിക്കുമ്പോൾ അശോകൻ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നാലും അവൾ എന്താ അങ്കിളെ ഇങ്ങനെ കാണിച്ചതെന്ന് ചോദിക്കും. എനിക്കൊന്നും അറിയത്തില്ല മോനെ എന്ന് പറയും. അവളൊരു മെഡിക്കൽ സ്റ്റോറിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അതേ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്കിൾ വിഷമിക്കേണ്ട, ഞാൻ എത്രയും പെട്ടെന്ന് നമുക്ക് അവളെ കണ്ടുപിടിക്കാമെന്ന് പറയും. അവൾ സ്നേഹിച്ച ആളുടെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കുന്നത് കാണാൻ എനിക്കിഷ്ടം, പക്ഷേ അവൾ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. അവർ തിരിച്ച് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവരുടെ കല്യാണം ഞാൻ നടത്തി കൊടുക്കാം എന്നൊക്കെ പറഞ്ഞു. അവളുടെ ജീവിതത്തെക്കുറിച്ച് ഞാൻ എന്തെല്ലാം സ്വപ്നം കണ്ടതാന്നൊക്കെ പറഞ്ഞ് അശോകൻ വിഷമിക്കുമ്പോൾ രവീന്ദ്രൻ പറയും, നീ വിഷമിക്കാതെ, സച്ചി കണ്ടുപിടിച്ചുകൊണ്ട് വരുമെന്ന് പറയും രണ്ടുപേരെയും. അങ്ങനെ രേവതി പറയും, ഞാനും കൂടി ഒരാൾ സച്ചി ഏട്ടാന്ന് പറയും. അങ്ങനെ സച്ചിയും രേവതിയും കൂടി അവരെ അന്വേഷിച്ച് കണ്ടുപിടിക്കാനായിട്ട് ഇറങ്ങുകയാണ്. അങ്ങനെ ആ കുട്ടി ഒരു മെഡിക്കൽ സ്റ്റോറിലാണ് ജോലി ചെയ്തതെന്നുള്ള കാര്യം അശോകൻ പറയുന്നുണ്ട്. അങ്ങനെ നേരെ മെഡിക്കൽ സ്റ്റോറിലാണ് ചെല്ലുന്നത്. മെഡിക്കൽ സ്റ്റോറിൽ ചെല്ലുന്ന സമയത്ത് അവിടെ ആ കുട്ടിയുടെ ഒരു കൂട്ടുകാരിയുണ്ട്. ആ സമയത്ത് സച്ചി അവളോട് ചോദിക്കുകയാണ്, ഇവിടെ മുമ്പ് ജോലി ചെയ്തിരുന്ന കുട്ടി ഇവിടെ ഇന്ന് വന്നില്ലേ എന്ന് ചോദിക്കും. ഇല്ല, ഇന്ന് വന്നില്ലെന്ന് പറയും. ഉടനെ സച്ചി ഭയങ്കര ദേഷ്യപ്പെട്ടാണ് ആ കുട്ടിയോട് സംസാരിക്കുന്നത്. ഉടനെ പറയും, നിങ്ങൾക്ക് എന്ത് വേണമെന്നൊക്കെ ആ കുട്ടി ചോദിക്കാൻ പറയും, ഞാൻ ക്രൈംബ്രാഞ്ചിൽ നിന്ന് വന്നതെന്ന് പറയും. ക്രൈംബ്രാഞ്ചിൽ നിന്നോ? അപ്പം രേവതിയും അതേ കണക്ക് ഒരു പോലീസുകാരുടെ കണക്ക് തന്നെ പറയും, സാർ അങ്ങോട്ട് മാറി നിൽക്കും, ഞാൻ ചോദിക്കാമെന്ന് പറയും. നിങ്ങൾ പോലീസാണോ? അതെ, ഞങ്ങൾ ക്രൈംബ്രാഞ്ചിൽ നിന്ന് വന്നതാണ്, ഒരു എൻക്വയറി സംബന്ധിച്ച് ഞങ്ങളിപ്പോൾ സിവിൽ ഡ്രസ്സിലാണ് വന്നേക്കുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സച്ചിയെ കണ്ടു പറയും, സാറിനെ കണ്ട് പോലീസിൻ്റെ ഇതൊന്നും ഇല്ലല്ലോ, അത് ഞങ്ങൾ യൂണിഫോമിലല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്, സത്യം പറ ആ കുട്ടി എവിടെ പോയെന്ന് പറയും. ഇന്നെന്താ കുട്ടി ഇവിടെ വരാഞ്ഞെന്നൊക്കെ രേവതി ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയാം, അവളൊരു ആളെ സ്നേഹിച്ചിരുന്നു, അയാളുടെ കൂടെ പോയതാണ്, എവിടെ വീടെന്നൊക്കെ ചോദിക്കും. അങ്ങനെ അവരുടെ അഡ്രസ്സൊക്കെ ആ കുട്ടി പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ആ അഡ്രസ്സൊക്കെ കണ്ടുപിടിച്ച് സച്ചിൻ രേവതിയും അശോകൻ്റെ മകളെ അന്വേഷിച്ച് പോവുകയാണ്. അതേ സമയത്ത് തന്നെയാണ് ഇവിടെ വലിയൊരു ട്വിസ്റ്റ് നടക്കുന്നത്. ഈ അശോകൻ്റെ മകളെയും കൊണ്ട് ഒളിച്ചോടി പോയ ആ പയ്യൻ നമ്മുടെ ശ്രുതിയുടെ മലേഷ്യൻ ഇളയച്ചൻ്റെ പെങ്ങളുടെ മോനാണ്. അങ്ങനെ ബീരാൻ വീട്ടിലോട്ട് വരുന്നുണ്ട്. വീട്ടിലുള്ള സമയത്ത് ആ പെങ്ങളിരുന്ന് കരയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തു പറ്റിയെന്ന് നോക്കിയപ്പോൾ അവനെന്നാലും ഒരു പെൺകൊച്ചിനെ അടിച്ചുകൊണ്ട് പോകുന്നു ഇഷ്ടമാണെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞായിരുന്നു, പക്ഷേ ഇങ്ങനെ ചെയ്യൂ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബീരാൻ്റെ അടുത്ത് കരയും സങ്കടപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും ചേച്ചി വിഷമിക്കാതിരിക്കും, നമുക്ക് അവരെ കണ്ടുപിടിച്ചാൽ നമുക്ക് കല്യാണമായിട്ട് നടത്തി കൊടുക്കാം എന്നൊക്കെ ബീരാൻ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇവിടാണ് നമ്മുടെ ശ്രുതിയുടെ കള്ളത്തരം പൊളിയാൻ പോകുന്നത്. അങ്ങനെ സച്ചിയും രേവതിയും കൂടി നേരെ വരുന്നത്
ബീരാൻ്റെ പെങ്ങളുടെ വീട്ടിലോട്ടാണ്. അവിടെ ചെല്ലുന്ന സമയത്ത് പെൺകുട്ടിയും ആ ചെറുക്കനും അവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ അവരെ അങ്ങോട്ട് വരും. അങ്ങനെ ആ പയ്യൻ്റെ അമ്മ അവരെ അകത്തോട്ട് വിളിച്ചിരുത്തുകയാണ്. ആ സമയത്ത് അവരുടെ അടുത്ത് പറയും, ഞാൻ എന്നിട്ട് നീ എന്താ മോളെ കാണിച്ചതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് രേവതി അങ്ങോട്ട് ചെല്ലും. അത് ചേച്ചി എനിക്ക് ഇഷ്ടമാണ്, ഞാൻ അങ്ങനെ ഇറങ്ങി വന്നതെന്നൊക്കെ ചോദിക്കും. അതൊക്കെ ഇഷ്ടം, ഈ പ്രായത്തിൽ അങ്ങനെ ഒരാളുടെ ഇഷ്ടം തോന്നും, അതൊക്കെ സ്വാഭാവികം. പക്ഷേ നീ വീട്ടുകാർ ധിക്കരിച്ച് ഇറങ്ങി വരേണ്ട കാര്യം ഉണ്ടായിരുന്നു. നിനക്ക് അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ നീ വീട്ടിലല്ലേ പറയേണ്ടത്. നിൻ്റെ വീട്ടുകാർ വന്ന് ചെറുക്കനെക്കുറിച്ചൊക്കെ അന്വേഷിച്ചതിന് ശേഷം നല്ലതാണെങ്കിൽ അവർ നടത്തി തരത്തില്ലായിരുന്നു. നിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തി പഠിപ്പിച്ച് നിൻ്റെ അച്ഛൻ വീട്ടിൽ വന്നിരുന്ന് കരയും സങ്കടപ്പെടുകയൊക്കെ ചെയ്യും. അങ്ങനെ ഞങ്ങളിത് അറിഞ്ഞെന്നൊക്കെ പറയും. അങ്ങനെ പറയും. ആ ബീരാൻ്റെ പെങ്ങളുടെ മകൻ പറയുന്നുണ്ട്, അത് ചേട്ടാ ഞാൻ ഇവിടെ വിവാഹം കഴിച്ചിട്ടൊന്നുമില്ല, ഞാൻ സ്നേഹിച്ചു, പക്ഷേ വിളിച്ചിറക്കൊണ്ട് വന്നു, പക്ഷേ രണ്ട് വീട്ടുകാർക്കും സമ്മതമായിട്ട് മാത്രമേ ഞങ്ങൾ വിവാഹം കഴിക്കൂ എന്നൊക്കെ പറയും. അപ്പോൾ അത് കേൾക്കുമ്പോൾ സച്ചിക്ക് സന്തോഷവും. ഞാൻ നിങ്ങളുടെ അമ്മയോട് സംസാരിക്കാമെന്ന് പറയും. അങ്ങനെ സച്ചിയും രേവതിയും അങ്ങനെ ആ പയ്യൻ്റെ അമ്മയോട് സംസാരിക്കുകയാണ്. അങ്ങനെ അവർ പറയും, എനിക്ക് എതിർപ്പൊന്നുമില്ല, പെൺകുട്ടിയുടെ വീട്ടിൽ സമ്മതമാണെങ്കിൽ നമുക്ക് കല്യാണമായിട്ട് നടത്താമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവരുടെ സമ്മതം അറിയുന്ന സച്ചിയും രേവതിയും നേരെ അവരുടെ അടുത്ത് പറയും, ഞങ്ങൾ വീട്ടിൽ പോയി നിങ്ങളുടെ അച്ഛനോട് സംസാരിക്കാം, അശോകൻ അങ്ങളിനോട് സംസാരിച്ചതിന് ശേഷം നിങ്ങളെ വിവരം അറിയിക്കാം, അതുവരെ നീ ഇവിടെ സേഫായിട്ടിരിക്കാൻ പറയും. അങ്ങനെ വീട്ടിൽ വന്ന് അശോകൻ്റെ വീട്ടിലോട്ടാണ് വരുന്നത്. അവിടെ അശോകൻ്റെ ഭാര്യ ബിന്ദുവിനെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. അശോകൻ നിൻ്റെ ശ്രദ്ധക്കുറവാണ് അവളെ കാണാതായത്, പെൺകുട്ടികളെ നോക്കിയും കണ്ടും വളർത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒത്തിരി വഴക്ക് പറയുന്നുണ്ട്. ആ സമയത്താണ് സച്ചിയും രേവതി അങ്ങോട്ട് വരുന്നത്. അങ്ങനെ സച്ചിയെ കാണുന്നത് ബാമോൻ എന്നൊക്കെ പറയും. അങ്ങനെ അവർ സംസാരിക്കുന്നതോടൊപ്പം അങ്കിളെ ഞാൻ അവളെ എവിടെയാണെന്ന് കണ്ടുപിടിച്ചു, പക്ഷേ അവൾ ആ പയ്യൻ്റെ കൂടെ ജീവിക്കാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്, നല്ല ചെറുക്കനാണ്, കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ അവരുടെ വീട്ടിൽ പോയി, അവളുണ്ട്, പക്ഷേ അവർ വിവാഹിതരല്ല, രണ്ട് വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി മാത്രമേ വിവാഹം കഴിക്കത്തുള്ളൂ എന്നാണ് അവർ പറയുന്നത്. ചെറുക്കൻ്റെ വീട്ടിൽ സംസാരിച്ചപ്പോൾ അവർക്ക് പൂർണ്ണ സമ്മതമാണ്, നിങ്ങളുടെയും കൂടി സമ്മതം അറിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് പ്രൊസീഡ് ചെയ്യാമെന്ന് പറയും. അപ്പോൾ അശോകൻ പറയുന്നുണ്ട്, എനിക്ക് സമ്മതക്കുറവൊന്നുമില്ല, അവളൊരു നല്ല ജീവിതം നയിക്കണമെന്ന് തന്നെയായിരുന്നു മോനെ എൻ്റെ ആഗ്രഹം, പക്ഷേ അതൊരു വിവാഹമായിട്ട് നടത്തണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം എന്ന് പറഞ്ഞു. അവർക്ക് സമ്മതമാണെങ്കിൽ നമുക്ക് തന്നെ നല്ല രീതിയിൽ തന്നെ നടത്താമെന്ന് പറയും. അങ്ങനെ രേവതിക്കും സച്ചിക്കും സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ ഇരു കൂട്ടരും കൂടി സമ്മതിച്ച് വിവാഹം നടക്കാൻ പോവുകയാണ്. അങ്ങനെ അശോകൻ്റെ വീട്ടിലങ്ങ് പെൺകുട്ടിയെ കൊണ്ടുവരും. അതിനുശേഷം പാട്ടും ഡാൻസും പിന്നെ ഭയങ്കര ആഘോഷങ്ങളാണ്. ഈ മണ്ഡപമൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് ഭയങ്കരമായിട്ട് വീടൊക്കെ അലങ്കരിക്കുകയാണ്. അങ്ങനെ സച്ചിൻ രേവതിയാണ് ഓളിനോളായിട്ട് നടന്ന എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത്. പിന്നെ രവി അവിടെ സ്വന്തം പോലെ നിൽക്കുകയാണ്, സ്വന്തം ഏറ്റവും അടുത്ത ഒരു സുഹൃത്തെന്നതിലുപരി ഒരു സഹോദരൻ്റെ കണക്കാണ് അശോകൻ. അങ്ങനെ സ്വന്തം മകളുടെ കല്യാണം പോലെ തന്നെയാണ് രവീന്ദ്രനും അവിടെ നിൽക്കുന്നത്. ആ സമയത്താണ് പിറ്റേ ദിവസം കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെയാണ്. അങ്ങനെ ശ്രുതിയും സുധിയും വർഷയും ശ്രീകാന്തും എല്ലാവരും ഒരുങ്ങി നല്ല സ്റ്റൈലായിട്ടങ്ങ് മണ്ഡപത്തിലോട്ട് വരികയാണ്. ആ സമയത്താണ് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റ് അവിടെ നടക്കുന്നത്. അങ്ങനെ ചെറുക്കനെയൊക്കെ എതിരേക്കുകയാണ്. അങ്ങനെ എല്ലാവരും വന്ന് രവീന്ദ്രനും സച്ചിയൊക്കെ വന്ന് ചെറുക്കനെ എതിരേക്കുന്നുണ്ട്. അതിനുശേഷം ചെറുക്കൻ്റെ കൂടെ ഒരു മുഖം കാണുന്നുണ്ട്. അത് മറ്റാരുടേതുമായിരുന്നില്ല, നമ്മുടെ ബീരാൻ്റെ ആയിരുന്നു. ബീരാനെ കാണുന്നതും നമ്മുടെ രേവതി കാണില്ല, നമ്മുടെ ശ്രുതി കാണുന്നുണ്ട്. പെട്ടെന്ന് ബീരാനെ ഒരു സ്ഥലത്തോട്ട് വിളിച്ചുകൊണ്ട് പോകും. നിങ്ങളെന്താ ഇവിടെ, നീ എന്താ ഇവിടെ നിന്ന് ശ്രുതി എടുത്ത് വയ്ക്കും, ഇത് അങ്കിളിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് അശോകനങ്ങളുടെ മകളുടെ കല്യാണമാണ്, നിങ്ങളെന്താ ഇവിടെ നിന്ന് വയ്ക്കും, ഇതെനിക്ക് വളരെ വേണ്ടപ്പെട്ട വിവാഹമാണെന്ന് പറയും. എന്ന് വെച്ചാൽ ഇതെൻ്റെ പെങ്ങളുടെ മോനെ കല്യാണമാണെന്ന് പറയും. ഒന്നപ്പോഴത്തേക്ക് ശ്രുതിക്ക് ആ നിൽക്കുന്ന സ്ഥലം താഴോട്ട് പോയാൽ മതി എന്നുള്ള ഒരു അവസ്ഥയിൽ നിന്ന് ദഹിക്കുകയാണ്. നിങ്ങളെന്താ ബീരാൻ ഈ പറയുന്നു വയ്ക്കും. പിന്നല്ല, ഇതെൻ്റെ പെങ്ങളുടെ മോൻ്റെ കല്യാണം, ഈ കല്യാണത്തിന് ഞാൻ വേണ്ടേ മുമ്പിൽ നിൽക്കാൻ, അയ്യോ അങ്ങനെ പറയരുത്, നിങ്ങളിപ്പോൾ ഇവിടെ ഈ കല്യാണത്തിന് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഇളയച്ചനാണെന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കട്ടെ, നിൻ്റെ കള്ളത്തരത്തിന് കൂട്ടു നിൽക്കാൻ എനിക്കിനി പറ്റത്തില്ല, നിനക്ക് വേണ്ടി ഞാൻ ഒരുപാട് കള്ളത്തരം പറഞ്ഞു, എനിക്കിനിയും ഇതിന് ഇങ്ങനെ കൂട്ടു നിൽക്കാൻ പറ്റത്തില്ല, ആ സച്ചിയാണ് എന്നെ നോക്കി നടക്കും, അവൻ്റെ കയ്യിലെങ്ങാണോ എന്നെ കിട്ടി അവൻ വെട്ടി ഞുറുക്കി പീസ് ആക്കുമെന്ന് പറയും. അയ്യോ ബീരാനെ ചതിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ബീരാൻ്റെ കാലിൽ വീണ് ശ്രുതി പറയുകയാണ്, ദൈവത്തെ ഓർത്ത് നിങ്ങൾ അങ്ങോട്ട് വരരുത്, നീ എന്ത് പറഞ്ഞാലും ശരി, എൻ്റെ പെങ്ങളുടെ മോൻ്റെ കല്യാണം, എനിക്ക് കല്യാണത്തിന് മാറി നിൽക്കാൻ പറ്റത്തില്ല, നീ അങ്ങോട്ട് മാറേ, നിനക്ക് വേണ്ടി ഞാൻ ഒരുപാട് കള്ളം ചെയ്തിട്ട് പറ്റത്തില്ല ശ്രുതി എന്ന് പറഞ്ഞു. ആ മീര ഇതിനെല്ലാം കാരണക്കാരി, അവൾ പറഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളുടെ കൂടെ എല്ലാത്തിനും കൂടെ നിന്നത്, ഇതിപ്പോൾ അവസാനം എനിക്ക് എൻ്റേതായ ഒരു കാര്യങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ മാറി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ കൈ പിടിച്ച് തട്ടി മാറ്റിക്കൊണ്ട് ബീരാനെ അങ്ങോട്ട് ചെല്ലുകയാണ്. ആ സമയത്ത് പെണ്ണും ചെറുക്കനും കൂടി വന്ന് കല്യാണമെല്ലാം കഴിഞ്ഞതിന് ശേഷം അനുഗ്രഹം മേടിക്കുകയാണ്. അനുഗ്രഹം മേടിക്കുന്ന സമയത്ത് ശ്രുതി അവിടെ നിന്നങ്ങ് ടെൻഷനാവുകയാണ്. ബീരാൻ എന്തായാലും അങ്ങോട്ട് പോകും, പറയുന്നതൊന്നും ബീരാൻ കേൾക്കത്തുമില്ല. ആ സമയത്ത് അശോകൻ അങ്ങോട്ട് വരികയാണ്. ആ സമയത്ത് അശോകൻ്റെയും ബിന്ദുവിൻ്റെയൊക്കെ കാല് തൊട്ട് ചെറുക്കനും പെണ്ണും അനുഗ്രഹം മേടിച്ചിട്ട് അടുത്തത് പെണ്ണിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കാല് പിടിക്കും. അതിനുശേഷം പിന്നെ ചെറുക്കൻ്റെ അമ്മാവൻ്റെ അനുഗ്രഹം മേടിക്കുകയാണ്. ആ സമയത്ത് ബീരാൻ രണ്ടുപേർക്ക് അനുഗ്രഹം കൊടുത്തിട്ട് ഇങ്ങനെ നിവർന്ന് നിൽക്കുമ്പോഴത്തേക്ക് അശോകൻ സച്ചിയുടെ ഏതും പറയും, മോനെ ഇതാണ് ചെറുക്കൻ്റെ അമ്മാവൻ എന്ന് പറയും. ഉടനെ നമ്മുടെ
സച്ചിയും രേവതിയും ഇങ്ങനെ നോക്കുകയാണ്. അപ്പോഴത്തേക്ക് അവരെ കാണുന്നതും നമ്മുടെ ബീരാൻ ഇങ്ങനെ നോക്കുന്നുണ്ട്. കാരണം മലേഷ്യൻ ലേശം പെട്ടെന്ന് കല്യാണ മണ്ഡപത്തിൽ വന്ന് നിൽക്കുന്ന കണക്കാണ്. കാരണം അന്നത്തെ കോട്ടും സൂട്ടും ഒന്നുമല്ല, വിവാഹ വേഷത്തിൽ നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് സച്ചിക്കും രേവതിക്കും ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവും. തിരിഞ്ഞ് നോക്കുന്ന കാണുമ്പോൾ നമ്മുടെ ശ്രുതി നിന്ന് വേർക്കുന്നതാണ് കാണുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ ബീരാനെ കൈയോടുകൂടി സച്ചിയും രേവതിയും പിടികൂടുകയാണ്. പിടികൂടിയതിന് ശേഷം പറയുന്നുണ്ട്, സത്യം പറ, നിങ്ങൾ ആരാന്ന് നോക്കും, നിങ്ങൾ ശ്രുതിയുടെ ഇളയച്ചനല്ലേ എന്ന് നോക്കും. അപ്പോൾ അല്ല, ഞാൻ ശ്രുതിയുടെ ഇളയച്ചനല്ലെന്ന് പറയും. അങ്ങനെ ബീരാനെയും പിടിച്ചുകൊണ്ട് നേരെ ചന്ദ്രോദയത്തിലോട്ട് വരികയാണ്. അങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തന്നെ ശ്രുതിയുടെ മുഖംമൂടി വലിച്ചു കീറുകയാണ് സച്ചിയും രേവതിയും. ഈ നിൽക്കുന്നത് ശ്രുതിയുടെ അച്ഛൻ്റെ അനിയനല്ല, ഇദ്ദേഹം മലേഷ്യയിൽ പോയിട്ട് പോലുമില്ല, ഇദ്ദേഹം മലേഷ്യൻ ഇളയച്ചനല്ല എന്നൊക്കെ പറയുകയാണ്. ആ സമയത്ത് ചന്ദ്രമതി ചോദിക്കും, സത്യമാണോ നിങ്ങളീ പറയുന്നത്, സത്യം പറ, നിങ്ങൾ ആരാന്ന് ചോദിക്കും. എൻ്റെ പേര് ബീരാൻ, ഞാനിവിടെ മേലുകാവ് ജംഗ്ഷനിൽ ഇറച്ചിവെട്ടുകാരനാണെന്ന് പറയും. ഞാൻ മീരയാണ് എനിക്ക് പരിചയം, മീരയാണ് എന്നെ ഈ നാടകത്തിലോട്ട് അഭിനയിക്കാൻ വിളിച്ചത്. നാടകമോ? ആ അതെ, ശ്രുതിയുടെ അച്ഛനായിട്ട് മലേഷ്യയിലുള്ള ശ്രുതിയുടെ അച്ഛൻ മരിച്ചു പോയതും മലേഷ്യയിലുള്ള ഇളയച്ചനായിട്ട് അഭിനയിക്കണമെന്നൊക്കെ പറഞ്ഞ് മീര പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ശ്രുതിക്ക് വേണ്ടി ഈ കള്ളത്തരമൊക്കെ ചെയ്തത്. അതിനുശേഷം അവളുടെ അച്ഛൻ മരിച്ചു പോയെന്ന് പറഞ്ഞൊരു കള്ളത്തരം കൂടി എൻ്റെ അടുത്ത് പറയാൻ പറഞ്ഞു. അങ്ങനെ അവിടെ വെച്ച് എല്ലാവരുടെ മുമ്പിൽ വെച്ച് ബീരാൻ സത്യങ്ങളെല്ലാം പറയുകയാണ്. അതോടുകൂടി നമ്മുടെ ശ്രുതിയുടെ മുഖം മൂടി അഴിഞ്ഞു വീഴുകയാണ്. ഇനിയാണ് നമ്മുടെ ചന്ദ്രയുടെ സംഹാര താണ്ഡവം അവിടെ കാണാൻ പോകുന്നത്. സത്യമെല്ലാം തിരിച്ചറിയുന്ന ചന്ദ്ര മലേഷ്യയിലെ കോടീശ്വരിയാണ് തൻ്റെ മൂത്ത മരുമകളെന്ന് എല്ലാവരുടെ മുമ്പിലും പുകഴ്ത്തിക്കൊണ്ട് നടന്ന ചന്ദ്രമതി ഒന്നുമില്ലാത്ത ഒരു പാവപ്പെട്ട പെൺകുട്ടിയാണ് തിരിച്ചറിയുന്ന നിമിഷമാണ് നമ്മളിനി കാണാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ വരും കഥകൾക്കായി നമുക്ക് കാത്തിരിക്കാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.